ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയല്ലേ ഇത്. 12, 14, 16 വയസ്സായ 3 പെൺകുട്ടികളാണ് സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഗാസിയാബാദില് വെളുപ്പിന് നടന്ന സംഭവമാണ്. കാരണം എന്താണ്? മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കരുത് എന്ന് പേരൻസ് പറഞ്ഞതിന്റെ ദുഃഖം താങ്ങാനാവാതെ ഈ 3 സഹോദരിമാര് 9ാം നിലയിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് ചാടിയിരിക്കുകയാണ്. ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് ഇവർ സൂയിസൈഡ് ചെയ്തത്. പപ്പ സോറി, കൊറിയ ഈസ് മൈ ലൈഫ്, കൊറിയ ഈസ് മൈ ബിഗസ്റ്റ് ലവ്. 2021 ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഓരോ 40 സെക്കൻഡിലും ഒരാൾ ഈ ലോകത്ത് സൂയിസൈഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. കുട്ടികളുടെ മുറി പരിശോധിച്ചപ്പോൾ ആ മുറിയുടെ ഭിത്തിയിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്: ഐ ആം വെരി വെരി എലോൺ, മൈ ലൈഫ് ഈസ് വെരി വെരി എലോൺ. അപ്പനും അമ്മയും സഹോദരങ്ങളും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ആ കുട്ടി പറയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ല എന്ന്. 38 വർഷമായിട്ട് ബെത്സൈദ കുളക്കരയിൽ തളർന്നു കിടന്ന ഒരു മനുഷ്യനോട് ഈശോ ചോദിക്കുന്നുണ്ട്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളത്. അന്നേരം അയാൾ പറയുന്നത്, വെള്ളമിളകുമ്പോൾ കുളത്തിലിറക്കാൻ എനിക്ക് ആരുമില്ല എന്നുള്ളതാണ്. അവന്റെ വേദനയും മുറിവും അവൻ ആരുമില്ല എന്നുള്ളതായി. നമ്മുടെയൊക്കെ മനസ്സിലും ജീവിതത്തിലും ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവപ്പെട്ടിട്ടുള്ള, കടന്നു പോയിട്ടുള്ള ഒരു മേഖലയായിരിക്കാം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ പരാജയ ഭീതികൾ നമ്മെ അലട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ അവിടെ നമ്മൾ തകർന്നു പോകാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നുണ്ടോ? KFCയുടെ ചരിത്രം അറിയാലോ. 60 വർഷത്തോളം ഈ മനുഷ്യൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. അവസാനം 60ാമത്തെ വയസ്സിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യന്റെ തലയിൽ ഉദിച്ച ഒരു ചിന്തയാണ് KFC എന്നുള്ളത്. അവിടുന്ന് ഈ മനുഷ്യൻ കയറിപ്പോരുകയാണ്. അങ്ങനെ 88ാമത്തെ വയസ്സിൽ ശതകോടീശ്വരനായിട്ട് ഈ മനുഷ്യൻ മാറുമ്പോൾ 150ഓളം രാജ്യങ്ങളിലായിട്ട് 32,000-ലധികം ഔട്ട്ലെറ്റുകൾ ഈ മനുഷ്യന്, ഈ KFC എന്ന പ്രസ്ഥാനത്തിന് ഇന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് 60ാമത്തെ വയസ്സിൽ എല്ലാം തീർന്നു എന്ന് കരുതി ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിലോ? അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, പരാജയങ്ങൾ ഒന്നിന്റെയും അവസാനമല്ല, എല്ലാത്തിന്റെയും തുടക്കം മാത്രമാണ് എന്ന്. ഒറ്റപ്പെടലുകളും പരാജയങ്ങളും ഒന്നും ജീവിതത്തിന്റെ അവസാനമല്ല. പരാജയങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും ഒക്കെ ദൈവത്തിന് നന്ദി പറയാനും ഈശോയോട് ചേർന്ന് മുന്നോട്ട് പോകാനും സാധിക്കട്ടെ.